ഹലോ, നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. കുറച്ച് ലേറ്റായാണ് കേട്ടോ എൻ്റെ പ്രൊമോ ഇന്ന് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കണം. കാര്യം വേറൊന്നുമല്ല, നിങ്ങളുടെ ലൈക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പോൾ കൂടുതൽ മുന്നോട്ട് പോകുന്നത്. കാരണം വെച്ചാൽ എൻഗേജ്ഡ് ആവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ അധികം ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ സുധാകരൻ മാഷിന് നമ്മുടെ വേദ പറഞ്ഞ ചില കാര്യങ്ങൾ ആ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ, ഒരു പക്ഷേ വിക്രം ഇതിൽ തെറ്റുകാരനല്ല എന്നറിഞ്ഞാൽ അച്ഛൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണല്ലോ വേദ സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ അത് മാഷിന് അത് വേദയുടെ എന്ന് വെച്ചാൽ വിക്രമിനോടുള്ള തൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ടാകാം അവളുടെ വേദയുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ചിന്തയായിരിക്കാം അങ്ങനെ പറയിപ്പിക്കുന്നതെന്നാണ് മാഷിൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ നമ്മുടെ കമല റൂമിലോട്ട് വരുമ്പോൾ കമലയോട് ഈ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, ഒരു പക്ഷേ അതല്ലെങ്കിലോ മാഷേ, ചിലപ്പോൾ വിക്രം അത് തെറ്റുകാരനല്ല ആണെങ്കിലോ അതിൽ കൂടുതലൊരു സന്തോഷം പിന്നെ വേറെ വേണോ? അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഇരുട്ട് കൊണ്ട് ഓട്ട അടയ്ക്കുന്നത് പോലെയാണ് വിക്രമിൻ്റെ കാര്യം. നമ്മൾ എത്രത്തോളം അവനെ നന്നാക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ നമുക്ക് സഹായിച്ചിട്ടില്ല. അപ്പോൾ കമല പറയുന്നുണ്ട്, പക്ഷെ ആ കുട്ടിക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ വിക്രമിനെ മനസ്സിലാക്കാനും അവനെ ഒരു മാല ഇടിയിപ്പിച്ച് ഇന്ന് ഈ മല ചവിട്ടാനുള്ള ഇതിലോട്ട് എത്തിക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ വിക്രം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരും മാഷേ. നമ്മളെക്കൊണ്ട് സാധിക്കാത്തത് ആ കുട്ടിക്ക് കഴിഞ്ഞുവെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വിക്രമിനെ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേദയ്ക്ക് കഴിയും എന്ന് കമലയും പറയുന്നുണ്ട്. അപ്പോൾ മാഷി പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് ഊഹിച്ച് കണക്ക് കൂട്ടിയൊക്കെ ഇരുന്നിട്ട് ലാസ്റ്റ് തിരിച്ചാണ് വരുന്നതെങ്കിൽ അത് സഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവില്ല. ഒന്നുമില്ല മാഷ് കണ്ടോ, ഈ മല ചവിട്ടി തിരിച്ച് വരുമ്പോൾ നമ്മുടെ മകൻ നല്ലൊരു പുതിയ മകനായിട്ടായിരിക്കും വരുന്നത്. മാഷ് പറയുന്നത്, ഇനി അങ്ങനെയാണ് വരുന്നതെങ്കിൽ അടുത്ത കൊല്ലം ഈ വീട്ടിൽ നിന്ന് അവനും ഞാനും താനും, അതായത് കമലയും മാഷും വിക്രമും നമ്മൾ അടുത്ത കൊല്ലം മല ചവിട്ടുമെന്ന് പറയുകയാണ്. അങ്ങനെ സ്വാമി ശരണം വിളിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മൾ ശ്രീജയും വിശ്വത്തിനെയാണ്. നമ്മുടെ വിശ്വം എന്തായാലും തൊടുന്നതെല്ലാം ചെന്ന് പെടുന്നത് നെഗറ്റീവായിട്ടാണ്. അങ്ങനെയും കൊണ്ട് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും ഒരു തത്തമ്മ കൈനോട്ടക്കാരനെ കണ്ടു. അപ്പോൾ ആ തത്തയെ കൊണ്ട് തൻ്റെ ഇപ്പോഴത്തെ സമയമൊക്കെ ഒന്ന് നോക്കിപ്പിച്ചു. അപ്പോൾ ഇത് ശ്രീജയോട് പറയുന്നത്. ശ്രീജ ആദ്യം കേട്ടിരുന്നു കേട്ടോ. എന്നിട്ട് ശ്രീജ നല്ല തിരിച്ച് കോമഡി ആയിട്ട് തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് തത്ത നോക്കിയിട്ട് അയാൾ പറഞ്ഞത്, തൊടുന്നതെല്ലാം നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ, എന്ത് തൊട്ടാലും അത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഏതോ ഒരു അമ്പലത്തിൽ ചെന്നാൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു എന്നും അത് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും പ്രതിവിധിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ അയാൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീജ പറഞ്ഞു, അതെ, അത് പ്രതിവിധി ഞാൻ തന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് വിശ്വത്തിനെ കുറേ കളിയാക്കുകയാണ്. എന്നിട്ട് ശ്രീജ പറയുന്നുണ്ട്, ഈ ഒരു ലോണ് അടുത്ത നാളെയോ മറ്റൊന്നെയോ ശ്രീജയുടെ കയ്യിൽ കിട്ടുകയാണ്. നമ്മുടെ ഒരു സ്ത്രീ സംരംഭം തുടങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ സംബന്ധിച്ച് വിശ്വേട്ടൻ എൻ്റെ ഒപ്പം നിന്നാൽ മതി. അല്ലാണ്ട് വിശ്വേട്ടൻ ഇനി ഭാവി കാര്യങ്ങളൊന്നും അധികം ചിന്തിച്ച് വലിയ ആളായിട്ട് പോകാൻ നിൽക്കണ്ട. വിശ്വേട്ടൻ്റെ ഭാവി എന്തായാലും ഞാൻ തീരുമാനിക്കുന്നുണ്ട്. എൻ്റെ ഒപ്പം ഒന്ന് നിന്ന് തരാമോ? അത് ഞാനുണ്ടാവും, പക്ഷെ നീ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കണം. ഞാനൊരു സ്റ്റാഫായിട്ട് നിൻ്റെ നാലൊക്കെ ശമ്പളവും മേടിച്ച് നിൽക്കുന്ന ആളാണ്. ആയിക്കോട്ടെ, ഇതെല്ലാം ഒന്ന് ശരിയായിട്ട് വേണം വിശ്വേട്ടാ, നമ്മുടെ മോളെ ഇങ്ങനെ കൊണ്ടുവരണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ ആ ഭാവി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വേദയും വിക്രമിനെയാണ്. വിക്രം ഇങ്ങനെ കുളിച്ച് കിടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ വേദ കുറച്ച് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ വിക്രം വലിയ ആളായിട്ട് പറയുന്നുണ്ട്, താൻ എന്തിനാണ് കഷ്ടപ്പെട്ടത്, ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ വേദ പറഞ്ഞേ, അയ്യടാ, ഇത് ഞാനൊന്നും അയൺ ചെയ്തൊന്നുമല്ല, എൻ്റേത് അയൺ ചെയ്യാൻ കൊടുത്തപ്പോൾ ഞാൻ അയൺ ചെയ്യിപ്പിച്ചു എന്നുള്ളൂ. ഒരു സെറ്റിന് 20 രൂപ വെച്ച് 80 രൂപ തന്നാൽ പൈസ വാങ്ങിക്കൊണ്ട് ഞാൻ പൊക്കോളാം. അപ്പോൾ വിക്രം പറഞ്ഞു, അതെ, എൻ്റെ പോക്കറ്റിലുണ്ട്, എടുത്തോളാം. അപ്പോൾ 100 രൂപ എടുത്തിട്ട് 20 രൂപ ഞാൻ നാളെ തരാമെന്ന് വേദ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേദ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ വിക്രം പിടിച്ച് നിർത്തുകയാണ്. അതെ, വിനായകേട്ടൻ അറിയാവോ, വിക്രമിന് അറിയാമോ ഈ കാര്യങ്ങൾ എന്നുള്ളത് വേദയോട് ചോദിക്കണം. അപ്പോൾ വേദ പറഞ്ഞു, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം വിക്രം ആവശ്യപ്പെടുകയാണ്, താൻ ഈ വീട്ടിൽ ഇപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട്, പക്ഷെ താനായിട്ട് ഇനി ഈ ഒരു കേസ് കുത്തിപ്പൊക്കി ഇനി അതൊരു വിഷയമാക്കണ്ടെന്ന്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അപ്പോൾ തിരിച്ചും ഒരു പാലയിടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അപ്പോൾ തിരിച്ച് മണ്ഡലകാലം കഴിഞ്ഞ് മലയ്ക്ക് പോയി വന്നാൽ വിക്രം ഇനി ചീത്ത കൂട്ടുകെട്ടിൽ, പ്രത്യേകിച്ച് ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടുകെട്ടിലോട്ടൊന്നും പോവില്ല
എന്ന് എനിക്ക് ഉറപ്പാകട്ടെ. അപ്പോൾ വിക്രം ഇങ്ങനെ ചിന്തിച്ചിരിക്കണം. അപ്പോൾ വേദ ഒരു കാര്യം പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ശരി, ഈ മണ്ഡലകാലം കഴിയുന്നവരെ ഈ കാര്യം ഞാൻ ആരോടും പറയില്ല. അതുവരെ ഞാൻ എന്തായാലും വാക്ക് തരുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ട് വേദ പോവാണ്. അപ്പോഴും വിക്രം ആവശ്യപ്പെടുന്നുണ്ട്, വെറുതെ എന്തിനാണ് മറ്റുള്ളവരുടെ സമാധാനം, എന്തായാലും വരാനുള്ളതൊക്കെ വന്നു, ഇനിയിപ്പോൾ നമ്മളതൊക്കെ എന്തിനാ വെറുതെ. ആയിക്കോട്ടെ മാഷെ, എന്തായാലും ഞാൻ ഇപ്പോൾ എന്തായാലും പറയില്ല. മാഷിന് പലതും പിന്മാറാൻ ഉപേക്ഷിക്കാൻ മടിയാണെങ്കിൽ അതുപോലെ തന്നെ എനിക്കും എൻ്റേതായിട്ടുള്ള കുറച്ച് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ വേദ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുത്തശ്ശിയുടെ ആങ്ങളയുടെ ചെന്നൈയിലോ അങ്ങോട്ടോ പോയിക്കായിരുന്നല്ലോ. അങ്ങനെ മുത്തശ്ശി ലാൻഡ് ചെയ്യണം. ബാംഗ്ലൂർക്കാണോ ചെന്നൈയാണോ എന്ന് എനിക്ക് കൺഫേം അല്ല കേട്ടോ. അപ്പോൾ പോയിട്ട് തിരിച്ച് വരണം. അപ്പം നമ്മുടെ വേദ കാണാണ് മുത്തശ്ശി വന്ന രംഗമൊക്കെ. അങ്ങനെ മുത്തശ്ശി ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് ഈ കാണുമ്പോൾ ഉള്ള സ്നേഹമൊക്കെ ഉള്ളൂ, നീ എന്നെ ഒന്ന് വിളിക്കൂടി ചെയ്തില്ലല്ലോ എന്ന് വേദയുടെ അടുത്ത് പരിഭവം പറഞ്ഞു കേട്ടോ. അപ്പോൾ വേദ പറഞ്ഞു, അതെൻ്റെ റീൽസ് മുത്തശ്ശിക്ക് തിരക്കൊക്കെ അല്ലേ, പിന്നെ എന്ത് തിരക്ക്, അവിടെയൊന്നും റീൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. മുത്തശ്ശി റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അവിടെ എന്താണ് എല്ലാത്തിനും സെർവൻറ്റും കാര്യങ്ങളുണ്ട്, ലിഫ്റ്റിൽ പോകും വരും, പിന്നെ എന്തിടാനാ, കുറേ പൊങ്ങിയുള്ള കുറേ കെട്ടിടങ്ങളുണ്ട്. അല്ലാണ്ട് നമ്മുടെ ഇവിടെ പോലെയുള്ള നാട്ടിൽ പുറമൊന്നും അല്ലല്ലോ അവിടെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാണ്. അങ്ങനെ ചായ്പൊക്കെ തീ പിടിച്ചു എന്ന് കേട്ടല്ലോ മോളെ, എന്തായി എന്നൊക്കെ വേദയോട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ പെയിൻറ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തു മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. അയ്യോ, എന്നിട്ട് എന്നാൽ ചായ്പ് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിന് മുന്നേ ഉള്ളൊരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള വീട് നമുക്ക് ഇടായിരുന്നു, റീൽസിൽ ഇടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ കമല, ശ്രീജ എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ നന്ദിനി കണ്ടപ്പോൾ തന്നെ, ആ റീൽസ് തള്ള ലാൻഡ് ചെയ്തല്ലോ എന്ന്. അപ്പം മുത്തശ്ശി കേട്ടു കേട്ടോ. നീ ഇപ്പം എന്താടി എന്നെ പറഞ്ഞ്? അപ്പോൾ വേദ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, റീൽസ് അമ്മച്ചി എന്നാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മുത്തശ്ശി നന്ദിനിയുടെ ചെവിക്ക് അങ്ങോട്ട് പിടിച്ച് കിഴുക്കാട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീജയെ ചായ ഇടാൻ പോകുമ്പോൾ പറയും, നീ ചായയൊന്നും ഇടണ്ട. അപ്പോൾ നന്ദിനിയുടെ അടുത്ത് പറയുകയാണ്, നീ ഇനി മുതൽ എനിക്ക് ചായ ഇട്ട് തരണം, പിന്നെ വെള്ളം ചൂടാക്കി തരണം എന്നൊക്കെ പറയണം. അപ്പം നന്ദിനി പല്ലും കടിച്ച് നിൽക്കണം കേട്ടോ. പിന്നെ മുത്തശ്ശി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ എല്ലാവർക്കും കൊടുക്കണു, അതിനെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണു. അതിനുശേഷം നന്ദിനി ചായ ഇടാൻ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേദ പറയുന്നുണ്ട്, നമ്മുടെ ശ്രീജേട്ടത്തെയും വിശ്വേട്ടനും കൂടെ ചേർന്നിട്ട് പുതിയൊരു സംരംഭം തുടങ്ങുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശി കൊണ്ടുവന്ന മുറുക്കും അച്ചപ്പും ഒക്കെ മുത്തശ്ശി തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ ശ്രീജേട്ടത്തെയും മുളക് പൊടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വറുപൊരി സാധനങ്ങളും കൂടെ ഉണ്ടാക്കിയല്ലോ മുത്തശ്ശി. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ റെഡിയല്ലേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എങ്കിൽ ശ്രീജേട്ടത്തി നമുക്ക് ഒരു കൈ നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി അപ്പം കമല പറയുന്നുണ്ട്, അമ്മ എല്ലാം കൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി, നമുക്ക് വേണമെങ്കിൽ ഒരാളെ നിർത്തി ചെയ്യുക, എന്തിന്, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ മോളെ എന്ന് പറയുന്നുണ്ട് കമലയുടെ അടുത്ത്. അതെന്ന് വെച്ചാൽ മുത്തശ്ശിക്ക് എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. വന്നു കയറിയ മരുമക്കളാണെങ്കിലും ശരി, അതുപോലെ കമലയാണെങ്കിലും ശരി, ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാഷിനെ ഒരുപാട് ഇഷ്ടമാണ്, മാഷിൻ്റെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ അങ്ങനെയൊക്കെയുള്ള. അപ്പം വിക്രം മാത്രം ഇങ്ങനെ ആയിപ്പോയതിൻ്റെ ഒരു സങ്കടം മുത്തശ്ശിക്കുണ്ട്. അപ്പോൾ ഒരു മിടുക്കി മരുമോളാണ് വേദ വന്നിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശിക്ക് നല്ല ഉറപ്പുണ്ട്, വേദ എങ്ങനെയാണെങ്കിലും വിക്രമിനെ നല്ല രീതിയിൽ തിരിച്ച് കൊണ്ടുവരും എന്നുള്ള ഒരു ഉറപ്പൊക്കെ മുത്തശ്ശിക്കുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സന്തോഷം എല്ലാവരുമായിട്ട് പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിക്രം പെട്ടെന്ന് വരികയാണ്. അപ്പോൾ വിക്രം പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങി റെഡിയായി വന്നതാണ്. അപ്പോൾ മുത്തശ്ശിയെ കണ്ടത്, ഇത് ആരാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒരു ഇതൊക്കെ സ്നേഹമൊക്കെ അങ്ങോട്ട് പങ്കിടാണ് കേട്ടോ. എന്നിട്ട് വിക്രം പോയി കഴിയുമ്പോൾ വേദ കൂടെ പോകണം. അതേ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് വേദ കൂടെ പോയിട്ട് പറയുന്നുണ്ട്, ഇനി ഈ തല്ലും വഴക്കും ഉണ്ടായവർ പുറകെ ഒന്നും പോകാൻ നിൽക്കണ്ട, വൈകിട്ട് വേഗം വന്നോളൂ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ ഒരു രഹസ്യം പറിച്ചിൽ വേദയോട്? അല്ല, വൈകിട്ട് അമ്പലത്തിൽ പോകാനുള്ളതാണ്, വേഗം വരാൻ പറഞ്ഞു. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഞാനും വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് അവിടെ ആ മുത്തശ്ശി വന്നൊരു സന്തോഷം ആ ഒരു വീട് മുഴുവൻ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഏകദേശം ഇന്നത്തെ പവിത്രത്തിൽ ഇതൊക്കെ തന്നെയാണ് ഏകദേശം വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണിക്കുന്നതിൽ ഈ വിക്രമിനെ തല്ലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനോട് ചെന്ന് വിക്രം പറയുന്നു. അപ്പോൾ ശ്രീനിവാസൻ അതിനെ ഒന്നും കൂടെ ചുടിപ്പിച്ച് കൊടുക്കുകയാണ്, തിരിച്ച് നമ്മളത് കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ വിക്രം വർക്ക്ഷോപ്പിൽ വന്ന് രാജേട്ടനും ജോസഫൊക്കെ ആലോചിക്കുമ്പോൾ അവരും പറയുന്നുണ്ട്, മാല ഇട്ടൊന്നും നോക്കണ്ട, നമുക്ക് അതിൻ്റെ ഒരു വഴിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അടിപിടി കേസുമായിട്ടൊക്കെ മുന്നോട്ട്
വിക്രം പോവോ ഈ മാലയിട്ടിരിക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങുമോ എന്നുള്ളതൊന്നും അറിയില്ല. അതൊക്കെ ഇനി അടുത്ത ദിവസം വരുന്ന പ്രൊമോയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ജസ്റ്റ് കണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങ് പോവുകയല്ല, ഒന്ന് ലൈക്കൊക്കെ തന്ന് നിങ്ങളുടെ ഒരു സപ്പോർട്ടല്ലേ നമ്മുടെ മുന്നോട്ടുള്ള ഒരു പ്രചോദനം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.